ചെറുപ്പത്തിൽ അച്ഛൻ്റെ സൈക്കിളിലിരുന്ന് റേഷൻ കടയിൽ പോവായിരുന്നു കേട്ടോ. എന്തിനാണെന്നറിയോ? നന്നാരി സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ നന്നാരി സർബത്ത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണവും ആ ഒരു രുചിയും ഒക്കെ ഇങ്ങനെ നാവിലൂടെ പായുമ്പോഴേ പതുക്കെ നമ്മുടെ നെസ്റ്റാൾജി ആയിട്ടുള്ള ആ ചെറുപ്പകാലം ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങോട്ട് നമ്മൾ ഓടി മറയും. നമ്മുടെ ബേക്കറിയിലേക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ച നന്നാരിയുടെ വേര് കൊണ്ടാണ് സർബത്ത് ഉണ്ടാക്കാറുള്ളത്. അത് കാരണം കൊണ്ട് ഇന്നിത് പൊട്ടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നിങ്ങളും കൂടെ കൂടെ കൂട്ടാം. നന്നാരിയുടെ ഈ വേരുണ്ടല്ലോ, അതാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നല്ലൊരു കിഴങ്ങ് പോലെയാണ് ഇരിക്കുക. അത് മൂപ്പ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ തടിയും കൂടി കൂടി വരും കേട്ടോ. നമ്മളൊരു 2 പാത്രം പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 3-4 കിലോ ആണ് ഉണ്ടാക്കിയെടുക്കുക. അതിങ്ങനെ ശർക്കര പോലെ ആക്കി നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള പണിയാണ് കേട്ടോ. ഇതിങ്ങനെ തിളക്കിനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ അത് കുറുക്കിയെടുത്ത് നമ്മുടെ നന്നാരിയൊക്കെ ഇട്ട് കുറുക്കിയെടുത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഐസൊക്കെ ഇട്ട് വെള്ളവും സോഡയും ഒഴിച്ച് അതങ്ങോട്ട് കുടിക്കുമ്പോൾ ഹൗ എൻ്റെ സാറേ